Welcome to RK's Stories. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം ഭാഗം 14. ഉറക്കത്തിനിടയിൽ എന്തോ സ്വപ്നം കണ്ടുകൊണ്ടാണ് വേദിക ഞെട്ടി എഴുന്നേറ്റത്. മുറിയിൽ അപ്പോഴും ഇരുട്ടായിരുന്നു. അകലെ എവിടെയോ നിന്നോ ഒരു പാതിരാക്കോഴി കൂവുന്ന ശബ്ദം അവൾ കേട്ടു. തുറന്നിട്ട ജനാലയിലെ കർട്ടൻ കാറ്റിൽ ഇളകിയാടുന്നു. ആ കാറ്റിൽ അരിച്ചെത്തുന്ന തണുപ്പും. കൈ എത്തിച്ച് അടുത്തിരുന്ന മൊബൈലിൽ നോക്കിയപ്പോൾ സമയം രാത്രി 2 മണിയായിട്ടുള്ളൂ. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ മേശപ്പുറത്തിരുന്ന ജഗ് എടുത്ത് തിരിയുന്നതിനിടയിൽ വെറുതെ ഒന്ന് ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അങ്ങ് കുളക്കരയിലെ കൽപ്പടവിൽ ആരോ ഇരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പഴയ തറവാടിന്റെ അന്തരീക്ഷവും വായിച്ചും പറഞ്ഞും കേട്ടിട്ടുള്ള യക്ഷിക്കഥകളും. യക്ഷി എന്ന് എഴുതി കാണിച്ചാൽ പേടിക്കുന്ന അവൾ ഒരു നിമിഷം കൊണ്ട് ആകപ്പാടെ വിയർത്തു കുളിച്ചു. ഷെറിനെ വിളിക്കാൻ ചുണ്ടനക്കിയെങ്കിലും എന്തോ അപശബ്ദം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. അനങ്ങാൻ പറ്റാതെ കാലുകൾ നിലത്തുറഞ്ഞ് കണ്ണുകൾ ഇറുകെ പൂട്ടി അവൾ അവിടെ നിന്നു. അല്പം കഴിഞ്ഞ് പേടിച്ച് പതുക്കെ കണ്ണു ചിമ്മി തുറന്നു നോക്കിയപ്പോഴും ആ രൂപം അവിടെ തന്നെയുണ്ട്. പക്ഷെ ഒരു സംശയം, യക്ഷികള് ഷർട്ടും മുണ്ടുമൊക്കെ ധരിക്കുമോ? ഒരു വിധത്തിൽ സ്വല്പം ധൈര്യമൊക്കെ സംഭരിച്ച് സംശയത്തോടെ അവൾ ജനാലയുടെ അടുത്ത് വന്നു നിന്ന് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഈശ്വര, ഏതുവല്ലേ അത്? സംശയം തീർക്കാൻ അവൾ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. അതെ, അവൻ തന്നെ. ഇനിയിപ്പോ കുളത്തിച്ചാടാനുള്ള വല്ല പ്ലാനാണോ? അവന് പക്ഷേ നീന്തലറിയാലോ, അപ്പൊ പിന്നെ ചാകാനുള്ള പരിപാടിയല്ല. അവന്റെ അടുത്തേക്ക് പോകണമെന്നും ഈ സമയത്ത് അവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കണമെന്നും അവൾക്ക് തോന്നി. പക്ഷെ ഈ രാത്രി സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് അവിടം വരെ എത്തുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ മുട്ടിടിക്കാൻ തുടങ്ങിയതുകൊണ്ട് അവൾ ധൈര്യപൂർവ്വം ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. ഷെറിനെ കുത്തിപ്പൊക്കി അവളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് തിരിയുന്നതിനിടയിലാണ് ഒരു സ്ത്രീ രൂപം അവൻ ഇരിക്കുന്നതിന് പുറകിലേക്ക് നടന്നെത്തുന്നത് അവൾ കണ്ടത്. ഭയം കൊണ്ട് വിറച്ച് താഴേക്ക് വീഴാതിരിക്കാൻ ജനലഴിയിൽ പിടിച്ച് പൂക്കുല പോലെ തുള്ളുന്നതിനിടയിലാണ് യദുവിന്റെ അടുത്തെത്തി ആ സ്ത്രീരൂപം തിരിഞ്ഞ് വീടിന് നേരെ നോക്കുന്നത് അവൾ കണ്ടത്. നിറഞ്ഞു നിന്ന നിലാവെളിച്ചത്തിൽ വേദിക മുഖം വ്യക്തമായി കണ്ടു. ചിന്നു. അതുവരെ പേടിച്ചു വിറച്ചു നിന്നിരുന്ന അവൾ പെട്ടെന്നാണ് തിരിഞ്ഞോടി മുറിയുടെ വാതിൽ തുറന്ന് വരാന്തയിലൂടെ ഓടി കോണിപ്പടികൾ ഇറങ്ങി മുൻവശത്തെ വാതിൽ തുറന്ന് വീടിന് ചുറ്റി ഓടി പുറകിലെ കുളക്കരയിലെത്തിയത്. പുറകിൽ നിന്നും ആരോ ഓടി വരുന്ന ശബ്ദം കേട്ടാണ് ഏതു കുളക്കരയിലെ കൽപ്പടവിൽ നിന്ന് തിരിഞ്ഞു നോക്കിയത്. മുട്ടോളം എത്തുന്ന ഒരു സ്ലീവ്ലെസ് നൈറ്റ് ഡ്രസ്സും ഇട്ട് കുളപ്പടവിലെ വാതിലിൽ പിടിച്ചു നിന്ന് കിതയ്ക്കുന്ന വേദികയെ കണ്ട് അവൻ വാ പൊളിച്ചു. നീ എന്താടി ഇവിടെ? അതന്നെ എനിക്ക് ചോദിക്കാനല്ലേ, നീ എന്താടാ ഈ സമയത്ത് ഇവിടെ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അത് കൊള്ളാം. ഇത് എന്റെ വീട്, എന്റെ കുളം, എന്റെ പടവുകൾ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവിടെ വന്നിരിക്കും. നീ ആരടി ചോദിക്കാൻ? ഞാനോ? ഞാൻ നിന്നെ കിട്ടാൻ പോകുന്നോള്. ഓ, അതായിരിക്കും തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് വേദിക താൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശ്രദ്ധിച്ചത്. ചിന്നുവിനെ അവന്റെ പുറകിൽ കണ്ട വെപ്രാളത്തിൽ ഉടുത്തിരിക്കുന്നത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ ഓടി ഇറങ്ങിപ്പോന്നതോർത്ത് അവൾ സ്വയം തലയ്ക്ക് തല്ലി. നാണക്കേട്. അല്പമൊരു നാണത്തോടെ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ച് താഴേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇരുട്ട് വാ പിളർന്ന് തന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത് അവൾ ഓർത്തത്. അതോടെ ആ ശ്രമം ഉപേക്ഷിച്ച് അവൾ വീണ്ടും യദുവിന് നേരെ തിരിഞ്ഞു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. പക്ഷെ ചിന്നു, അവൾ ഇതവിടെ പോയി? അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് ആലോചിച്ചു. നീ ഇതവിടെ നിന്ന് ആരെയാ നോക്കുന്നേ? അതെ, ഇവിടെ ആരും ഉണ്ടായിരുന്നു. ഞാൻ മുകളിലെ മുറിയിൽ നിന്ന് നോക്കിയപ്പോ കണ്ടതാ. അതാ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നേ. ഓ, അത് ചത്തുപോയ നിന്റെ അമ്മുമ്മയായിരിക്കും. ഓടാ. ചുറ്റിനും നോക്കുന്നതിനിടയിൽ തന്നെ അവൾ അവനുള്ള മറുപടി കൊടുത്തു. അത് കഴിഞ്ഞതും അവൾ ആ കൽപ്പടവിൽ അവന്റെ അടുത്തേക്കിരുന്നു. യദു, നീ എന്താ ഇവിടെ ഇരുന്നേ? അത് പറഞ്ഞില്ലല്ലോ. അതിന് മറുപടി പറയാതെ എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ കൽപ്പടവിൽ നിന്നും ഒരു കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. നിലാവെളിച്ചത്തിൽ തിളങ്ങുന്ന ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ കല്ല് കുളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. വേദ, പണ്ട് ഞാനും ചിന്നുവും പലപ്പോഴും ഇതുപോലെ ഈ കൽപ്പടവുകളിൽ വന്നിരിക്കുമായിരുന്നു രാത്രികാലങ്ങളിൽ.
അപ്പോ വെറുതെ അല്ല അവൾ ഈ സമയത്ത് പമ്മി പതുങ്ങി ഇവിടെ വന്നത്. ഈ പൊട്ടൻ ഇവിടെ ഉണ്ടാകുന്ന അവൾക്കറിയാം. ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നതിനിടയിൽ അവൾ ആലോചിച്ചു, ഓ എന്റെ കൃഷ്ണ, കൃത്യസമയത്ത് സ്വപ്നം കണ്ട് എഴുന്നേറ്റ് നന്നായി. നാളെ തൊട്ട് എന്തായാലും 2 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കേണ്ടി വരും, അല്ലാതെ രക്ഷയില്ല. നീ എന്താടി ഈ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നിനക്ക് നാണമുണ്ടോ ഏതോ ഇപ്പോഴും അവളുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാൻ? അവൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിരിക്കുന്നു. നീ ഇപ്പോഴും പാതിരാത്രിക്ക് അവളെ കുറിച്ച് ആലോചിച്ച് ഈ കൽപ്പടവിലും വന്നിരുന്ന കുളത്തിലേക്ക് കല്ല് എറിഞ്ഞ് മുകളിലോട്ട് നോക്കിയിരിക്കുന്നു. കഷ്ടം. ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ പതിഞ്ഞു പോയതല്ലേ വേദ. ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി. സാരമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇനി ഇങ്ങനെ നീ ഇവിടെ വന്നിരിക്കരുത് കേട്ടല്ലോ. എന്തോന്നു? നാളെ രാത്രി ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് നോക്കും കേട്ടല്ലോ. ചിന്നു അടുത്ത് എവിടെയെങ്കിലും മറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അവളും കൂടെ കേട്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് അവിടെ അല്പം ഉറക്കെ തന്നെയാണ് പറഞ്ഞത്. മുട്ടുകാലിൽ മുഖം താങ്ങിയിരുന്ന അവന്റെ കൈകൾക്കിടയിലൂടെ കൈ കോർത്തു പിടിച്ച് അവന്റെ തോളത്തേക്ക് തല ചാരി അവൾ അവനോടൊപ്പം ചേർന്നിരുന്നു. ഡി പെണ്ണെ, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല കേട്ടോ. അതെന്താ? നിന്റെ ഈ പെർഫ്യൂമും വിയർപ്പും എല്ലാം കൂടി കലർന്നിട്ടേ മയക്കുന്നൊരു ഗന്ധം. ചിലപ്പോ എന്റെ കൺട്രോള് പോകും. അതുകൊണ്ട് പൊന്നുമോൾ അല്പം മാറിയിരുന്നു. ഒരു കുസൃതി ചിരിയോടെ അവൻ അവളെ നോക്കി. നിന്റെയോ കൺട്രോള് പോകാനോ? നടന്നത് തന്നെ. അവൾ ഒന്ന് പുച്ഛിച്ചു. അതെന്താടി, ഞാനാണല്ലേ. ഓ, നീ തെളിയിക്ക്. എന്തോന്ന്? നീ ഒരാണാണെന്ന് തെളിയിക്കാൻ. അവന്റെ തോളിൽ നിന്നും തല ഉയർത്തി കൈകൾ പുറകിൽ കുത്തി ചാരിയിരുന്നു കൊണ്ട് അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അലയടിച്ച വികാരങ്ങൾ അവനെ പിടിച്ചു വലിച്ചു. സ്വയം അറിയാതെ അവളിലേക്ക് ചായാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ഈ കുളക്കരയിൽ വെച്ച് തന്നെ തെളിയിക്കണോ മോളെ? പുറകിൽ നിന്നുള്ള ഷെറിന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും ചാടി എഴുന്നേറ്റു. അതെ, രണ്ടും കൂടി പാതിരാത്രിക്ക് ഇവിടെ എന്താ പരിപാടി? കൈകൾ എളിയിൽ കുത്തി നിൽക്കുന്ന ഷെറിനെ കണ്ട് യദുവും വേദികയും പരസ്പരം നോക്കി. എടി, അത് പിന്നെ ഞാനേ ഇടയ്ക്ക് എഴുന്നേറ്റ് മുകളിൽ നിന്ന് നോക്കിയപ്പോ ഇവന്റെ ഈ കുളക്കരയിൽ വന്നിരിക്കുന്നു. ഓഹോ, എന്നിട്ട് കേൾക്കട്ടെ. മുക്കിയും മൂളിയും വേദിക പറഞ്ഞത് കേട്ട് കൈകൾ പിണച്ചു കെട്ടി ഷെറിൻ ആ കുളപ്പടവിലേക്ക് ചാരി നിന്നു. എന്തേ നീ ഒരുമാതിരി ഊതല്ലേ ഷെറി, ഞാൻ സത്യ പറഞ്ഞേ. എന്നിട്ട് നീ വാതില് തുറന്ന് ഈ ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന് ഇവന്റെ അടുത്തെത്തി. അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? അതേടി സത്യം. ഞാൻ ഇവിടെ ഒന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ ഇവന്റെ പുറകിലേ. അത്രയും പറഞ്ഞ് വേദിക പെട്ടെന്ന് നിർത്തി. ചിന്നുവിനെ അവിടെ കണ്ട കാര്യം പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഓർത്തതും അവൾ പ്ലേറ്റ് മാറ്റി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പോ കറക്റ്റ്. ഇല്ലേ പിള്ളേച്ചൻ നുണ പറയുകയാണെന്ന് വിചാരിച്ചേനെ. ഷെറിന്റെ കളിയാക്കൽ കേട്ട് വേദിക മുഖം വീർപ്പിച്ചു. അവള് പറഞ്ഞത് നേരാ ഷെറിൻ, ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഇവൾ പെട്ടെന്നാ ഓടി എന്റെ അടുത്തേക്ക് വന്നിരുന്നത്. ശരി ശരി, രണ്ടും എഴുന്നേക്ക്. ഈ രാത്രി ഇനി ഇവിടെ ഇരുന്ന് മഞ്ഞ കൊള്ളണ്ട. ആണത്തും തെളിയിക്കലൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞ് നോക്കാം. എഴുന്നേക്ക് എഴുന്നേക്ക്. അതിന് ഇവളെ ആരാ കല്യാണം കഴിക്കാൻ പോകുന്നേ? എഴുന്നേറ്റ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയ വേദിക അവൻ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നിന്നു. ഓ, അപ്പൊ നീ എന്നെ കേട്ടില്ല? ഇല്ല. ശരി, എങ്കിൽ കേട്ടോ. ഈ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ സാക്ഷി നിർത്തി ഈ വേദിക ചൊല്ലുന്നു. കാവിലമ്മയാണ്, കളരി പരമ്പര ദൈവങ്ങളാണ്. ഇന്ന് തൊട്ടെണ്ണി 90 നാൾ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി. ഓ സോറി, നിന്നെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് നിന്റെ വീട്ടിൽ വലതു കാലം വെച്ച് കയറും. ഇത് സത്യം സത്യം സത്യം. വേദ, ഇങ്ങനെ സത്യം ചെയ്താലേ വിരല് മുറിച്ച രക്തം കൊണ്ട് നെറ്റിയിൽ കുറി തൊടണമെന്ന ശാസ്ത്രം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. തൽക്കാലം നീ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമോനെ ദിനേശ. മതി മതി, വാ നടക്ക്. ഷെറിൻ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് നടന്നു. വീടിനകത്ത് കയറി ഏതു മുൻവശത്തെ വാതിലടച്ച് അവന്റെ മുറിയിലേക്ക് പോയി. തങ്ങളുടെ മുറിയിലെത്തി റൂം അടച്ച ശേഷം ഷെറിൻ വേദികയുടെ നേരെ തിരിഞ്ഞു. ഇനി പറയും, എന്റേതായിരുന്നു താഴത്തെ പരിപാടി? ഏടി പെണ്ണെ, സത്യമായിട്ടും ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോ ആ കുളക്കരയിൽ അവൻ ഇരിക്കുന്നത് കണ്ടു. പക്ഷേ പക്ഷേ അവന്റെ പുറകില് ചിന്നു നിൽക്കുന്നുണ്ടായിരുന്നടി. പിന്നെ ഈ പാതിരാത്രിക്ക് അവൾ അവിടെ വരാനല്ലേ? ഒന്ന് പോയിടി. ഏടി, ഞാൻ കണ്ടതാ. ഇപ്പൊ ഏതോ പറഞ്ഞു പണ്ട് അവർ രണ്ടുപേരും കൂടി രാത്രി ആ കുളക്കരയിൽ വന്നിരിക്കാനുണ്ടായിരുന്നത്രയെന്ന്. അവളെ കണ്ടതുകൊണ്ടാ ഞാൻ ഇറങ്ങി ഓടിയത്.
പക്ഷെ അവിടെ ചെന്നപ്പോ അവളില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഏ, ഇനി വല്ല പ്രേതത്തെയുമാണോടി വേദി നീ കണ്ടത്? ഇതൊക്കെയാണെങ്കിൽ കൊല്ലും കൊലയും നടന്നിരുന്ന പഴയ തറവാടുകളാ. പേടിപ്പിക്കല്ലേടി ദുഷ്ടേ. അതും പറഞ്ഞ് വേദിക ജനാലിന്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി. ഈ ഷെറി നോക്കടി, ദേ അവിടെ നിൽക്കുന്നവള്. വേദിക ജനാലിലൂടെ പുറത്തേക്ക് വിരൽ ചൂണ്ടി. എവിടെ? ഷെറിനും വന്ന് ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. കണ്ടോ കണ്ടോ, ആ കൽപ്പടവിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടോ അവള്? പക്ഷേ അത് അവള് തന്നെയാണോടി വേദി? അതേന്ന്, അവള് നേരത്തെ അവിടെ നിന്ന് വീടിന്റെ നേരെ നോക്കിയപ്പോ ഞാൻ കണ്ടതാ. ഇനി നീ പറഞ്ഞതുപോലെ വല്ല പ്രേതമാണോടി ഷെറി? അതിനെ പ്രേതങ്ങളൊക്കെ ചുരിദാറിടുവോ? പുറത്തെ കുളക്കരയിൽ നിന്നിരുന്ന രൂപത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഷെറിൻ ചോദിച്ചു. പറയാൻ പറ്റൂല, ഇന്നത്തെ കാലമല്ലേ, അവിടെയും ഫാഷനൊക്കെ മാറിയിട്ടുണ്ടാവും. ജനാലയിലൂടെ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അതു പറഞ്ഞ വേദികയെ ഷെറിൻ കണ്ണും തള്ളി നോക്കി. അവൾ വിരലുകൾ തന്റെ വായിൽ വെച്ച് അവിടെ നിന്ന് മുറ്റത്തിൽ ചൂളമടിച്ചു. കാൽപ്പടവിൽ നിൽക്കുകയായിരുന്ന രൂപം അവർ നിന്നിരുന്ന ജനാലയ്ക്ക് നേരെ നോക്കി. കണ്ടോടി ഷെറി, ഇത് അവൾ തന്നെ ചിന്നു. ഈ പണ്ടാരത്തിന് പേടിയുമില്ലേ? മുകളിൽ നിൽക്കുന്നവരെ കണ്ടതുകൊണ്ട് ആ രൂപം പെട്ടെന്ന് എഴുന്നേറ്റ് തലയും താഴ്ത്തി അവിടെ നിന്നും നടന്നുപോയി. ഓ എന്റെ കൃഷ്ണ, ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റിയത് ഭാഗ്യം. ഇല്ല, ഇപ്പൊ അവന്റെ അവളും കൂടി ആ കൽപ്പടവിലിരുന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ. എന്നാലും വേദി, അവൾക്ക് എങ്ങനെ മനസ്സിലായി അവൻ ആ കൽപ്പടവിലുണ്ടാകുമെന്ന്? അവൾക്കറിയാടി, ഈ പൊട്ടൻ എത്ര കൊല്ലം കഴിഞ്ഞാലും ആ കൽപ്പടവിൽ തന്നെ കാണുമെന്ന്. നാളെ തൊട്ടിനി അലാറം വെച്ച് ഈ സമയത്ത് എഴുന്നേൽക്കണമല്ലോ ഭഗവാനെ. അല്ലടി വേദി, എനിക്കൊരു സംശയം. ഇനി എന്ത് പണ്ടാരാണ്? കിടക്കയിലേക്ക് കിടന്നുകൊണ്ട് വേദിക ചോദിച്ചു. അല്ലടി, ഇവൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായില്ലേ? നമ്മളന്നേ ഇന്ന് വന്നതേയുള്ളൂ. അപ്പൊ ഇതിനു മുമ്പത്തെ ദിവസങ്ങളില് അവർ രാത്രി കുളക്കടവിൽ വെച്ച് കണ്ടിട്ടുണ്ടാവോ? ഈശ്വര, നീ എന്തിനാണ് ഇതിപ്പോ എന്നോട് പറഞ്ഞത്? അല്ല, ഒരു സംശയം, അവളുടെ ഒരു ഒടുക്കത്തെ സംശയം. മണ്ണാങ്കട്ട. തലയ്ക്ക് കൈകൊടുത്തും കൊണ്ട് വേദിക എഴുന്നേറ്റിരുന്നു. ആ, എന്തായാലും നീ ഇപ്പൊ കിടന്നുറങ്ങ്, ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇനി എന്തുറങ്ങാനാ? എന്റെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒരു നെടുവീർപ്പോടെ അവൾ കിടക്കയിലിരുന്നു. ദൂരെ എവിടെയോ നിന്നോ ഒരു പട്ടി ഓലിയിടുന്ന ശബ്ദമുയർന്നു. അതും ശ്രദ്ധിച്ച് അല്പനേരം കട്ടിലിരുന്ന ശേഷം വേദിക തൊട്ടടുത്ത കട്ടിലിൽ കിടന്നിരുന്ന ഷെറിനെ നോക്കി. ഒരു കാര്യം ചെയ്, പേടിയുണ്ടെങ്കിൽ നീ എന്റെ കൂടെ കിടക്കേ വന്ന് കിടന്നു കേട്ടോ. ഒറ്റയ്ക്ക് കിടന്ന് പേടിക്കണ്ട. കണ്ണടച്ചു കിടക്കുന്ന ഷെറിനെ നോക്കി അവൾ പറഞ്ഞു. ഓ വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. പുതപ്പ് വലിച്ച് കഴുത്തറ്റ മൂടിയ ശേഷം ഷെറിൻ തിരിഞ്ഞു കിടന്നു. എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ അവിടെ വന്ന് കിടക്കാം. അതാകുമ്പോ നിനക്കും പേടിക്കണ്ടല്ലോ. ഉവ്, മനസ്സിലായി, വാ പോരി. കണ്ണുകൾ തുറക്കാതെ ഒരു ചിരിയോടെ തന്നെ ഷെറിൻ പറഞ്ഞു. അത് കേട്ടതും വേദിക നേരെ ചെന്ന് ഷെറിന്റെ കട്ടിലേക്ക് വലിഞ്ഞു കയറി അവളെയും കെട്ടിപ്പിടിച്ചു കിടന്നു. കാലത്തെ ഉറക്കമുണർന്ന വേദികയും ഷെറിനും കുളിച്ച് റെഡിയായി താഴേക്കിറങ്ങി. പൂമുഖത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്ന യദുവിന്റെ അച്ഛൻ അവരെ കണ്ട് ചിരിച്ചു. ആ, എങ്ങനെയുണ്ട് മക്കളെ, ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ? അച്ഛന്റെ ചോദ്യത്തിന് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തലയാട്ടി. അമ്മു എവിടെ അങ്കിൾ? ഷെറിനാണ് ചോദിച്ചത്. അമ്മയും അമ്മുവും അടുക്കളയിലുണ്ട്. അച്ഛൻ പറഞ്ഞത് കേട്ട് അവർ അടുക്കളയിലേക്ക് നടന്നു. അവിടെ അമ്മയും അമ്മുവും പിന്നെ അടുക്കളയിൽ സഹായിക്കുന്ന പ്രായമായൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടും കടലക്കറിയും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആഹാ, മക്കൾ എഴുന്നേറ്റോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? സുഖമായിരുന്നോ? അവരെ കണ്ടതും അമ്മ ചോദിച്ചു. സുഖമായിരുന്നു അമ്മേ, കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ദാ ഇപ്പൊ കാലത്താ എഴുന്നേക്കുന്നേ. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഓർത്ത് വേദികയെ നോക്കിയ ശേഷം ഷെറിൻ പറഞ്ഞു. ഞാനും അതെ, എന്താന്നറിയില്ല, ഇത്ര സമാധാനമായിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഷെറിന്റെ ഒരുമാതിരി ആക്കിയുള്ള ചുമ കേട്ട് വേദിക അവളെ നോക്കി കണ്ണുരുട്ടി. മോളു, നീ പോയി ചേട്ടനെ വിളിച്ചോണ്ട് വന്നേ. ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ച ശേഷം അമ്മ അമ്മുവിനോട് പറഞ്ഞു. അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ വിളിച്ചു കൂവി. ഓ, എന്തോന്നാ പെണ്ണേ ഇത്? മനുഷ്യന്റെ ചെവി പൊട്ടിയല്ലോ. നിന്നോട് ഇവിടെ നിന്ന് കാറിക്കുവാനല്ല പറഞ്ഞേ, അവിടെ പോയി വിളിക്കാനാ. അവളുടെ തലയിൽ ഒന്ന് കിഴുക്കിയിട്ട് അമ്മ പറഞ്ഞു. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമേ. അതും പറഞ്ഞ് വേദിക മുകളിലേക്ക് നടന്നു. അവൾ പറഞ്ഞത് കേട്ട് ഷെറിൻ കണ്ണുമിഴിച്ചെങ്കിലും അമ്മയുടെയും അമ്മുവിന്റെയും ചുണ്ടുകളിൽ പുഞ്ചിരിയായിരുന്നു.
മുകളിലെത്തിയ വേദിക വരാന്തയോട് ചേർന്ന് 4-5 മുറികളുള്ളതിൽ അവന്റെ മുറി ഏതെന്നറിയാതെ ഓരോന്നായി തുറന്നു നോക്കി. ഒരു മുറിയുടെ വാതിൽ പിടിച്ചു തുറന്നപ്പോൾ അകത്ത് കുളി കഴിഞ്ഞ് ഒരു ഷോർട്സ് മാത്രമിട്ട് വാതിലിന് പുറംതിരിഞ്ഞു നിന്ന് കണ്ണാടിയിൽ നോക്കി മുടി ചീവിക്കൊണ്ട് നിൽക്കുന്ന യദുവിനെയാണ് അവൾ കണ്ടത്. ആഹാ, കൊള്ളാം, നല്ല ഒന്നാന്തരം കണി. വാതിൽക്കൽ നിന്നും വേദികയുടെ ശബ്ദം കേട്ട് അവൻ ചാടി തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്ന അവളെ കണ്ട് പെട്ടെന്ന് അവൻ കട്ടിലിൽ കിടന്ന മുണ്ടെടുത്ത് വാരി ചുറ്റാൻ നോക്കി. നീ എന്താടി ഇവിടെ? മുണ്ടു വലിച്ചു വാരി ഉടുക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അമ്മ പറഞ്ഞു നിന്നെ താഴേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന്. നിനക്ക് ആ വാതിൽ തുറക്കുന്നതിന് മുന്നേ ഒന്ന് മുട്ടിക്കൂടെ? ഓ, എന്നാത്തിന്? എപ്പോഴായാലും ഞാൻ കാണാനുള്ള തന്നെയല്ലേ. നിസ്സാര ഭാവത്തോടെ അവൾ ചോദിച്ചു. ഇങ്ങോട്ട് വാടി, ഞാൻ കാണിക്കാം. എന്നാ വേഗം ഓട്ടെ, താഴത്തവര് വെയിറ്റ് ചെയ്യാ. മുറിയുടെ അകത്തേക്ക് കയറിക്കൊണ്ട് വേദിക പറഞ്ഞു. അതോടെ ഉടക്ക് നിർത്തി അവൻ ഡീസന്റെ. ഹോ എടി പിശാച, ഒന്ന് പോയേ, ഞാൻ താഴേക്ക് വരാം. അപ്പൊ കാണിക്കണല്ലേ? കാട്ടിലേക്ക് ഇരുന്നിട്ട് അവൾ വീണ്ടും ചോദിച്ചു. ഒരൊറ്റ ചവിട്ടുന്നുണ്ടല്ലോ, ഏറ്റു പോയിടി. ശേ, എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാം പോയി. എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ വേദിക പറഞ്ഞത് കേട്ട് അവൻ തലയിൽ കൈവച്ചു. അല്പം കഴിഞ്ഞ് ഒരു 3/4 സ്ലീവ്ലെസ് ബനിയനും ഇട്ട് ഏതു പടികൾ ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. കണ്ണാ, ഒന്ന് വേഗം വന്നേ, എത്ര നേരമായിരുന്നു അവര് കാത്തിരിക്കുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന യദുവിനെ കണ്ട് അമ്മ പറഞ്ഞു. എന്തോന്നാടി ഇത്ര കിണിക്കുന്നേ? കസേരയിലേക്ക് ഇരുന്ന് പ്ലേറ്റ് എടുത്ത് വെക്കുന്നതിനിടയിൽ വാ പൊത്തിച്ചിരിക്കുന്ന വേദികയെ നോക്കി യദു ചോദിച്ചു. ഒന്നുമില്ല, കഴിഞ്ഞ വിഷുവിനെ ഒരു കണി കണ്ടതോർത്ത് ചിരിച്ചതാ. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതുപോലെ യദു പതുക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. തുടരും. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.